എല്ലാ കൂട്ടുകാർക്കും കാഥികയിലേക്ക് സ്വാഗതം. സ്കൂളുകൾ തുറന്നു, മഴയും വന്നു. കാഥികയിലെ ആ പാട്ട് കൂട്ടുകാരെല്ലാരും കേട്ട് കാണുമെന്ന് കരുതുന്നു. ഇന്ന് കാഥികയിൽ പറയുന്ന കഥ ഒരു ഭൂതത്തിന്റെ കഥയാണ്. ഭൂതത്തിന്റെ പല കഥകളും കാഥികയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മരം വെട്ടുകാരൻ ഭൂതത്തെ കണ്ട കഥയും ഭൂതം സഹായിക്കാൻ വന്ന കഥയും എല്ലാം. ഇന്നും അതുപോലെയുള്ളൊരു കഥയാണ്. സന്തോഷ് എന്നാണ് നമ്മുടെ മരം വെട്ടുകാരന്റെ പേര്. സന്തോഷ് ഒരു ദിവസം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുപ്പി കിടക്കുന്നത് കണ്ടു. ആ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു ഭൂതം വന്നു. എല്ലാ കഥകളിലും പോലെ ഈ കഥയിലും ഭൂതം ഒരു കുപ്പിയിൽ തന്നെയാണ്. ഭൂതം പുറത്തു വന്നപ്പോൾ സന്തോഷിനോട് പറഞ്ഞു, ഞാൻ അങ്ങ് പറയുന്ന ഏത് ആഗ്രഹവും നിറവേറ്റിത്തരാം. പക്ഷേ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ജോലി തരണം. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഞാൻ അങ്ങേ പിടിച്ച് തിന്നുകയും ചെയ്യും. സന്തോഷിന് പേടിയായി തുടങ്ങി. സന്തോഷ് പറഞ്ഞു, എനിക്ക് വലിയൊരു വീട് വെച്ച് തരണം. ഉടനെ ഭൂതം ഓം ഭൂ ഭീ ഭൂം പറഞ്ഞു. ഇതാ കിടക്കുന്നു ഒരു വലിയ വീട്. ആ വീട് കണ്ടപ്പോൾ സന്തോഷിന് സന്തോഷമായി. സന്തോഷ് വീണ്ടും പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയെ ഇപ്പൊ കാണണം. ഭാര്യ എന്റെ അമ്മയുടെ വീട്ടിലാണ്. ഭൂതം ഉടനെ പറന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയുമായി തിരിച്ചു വന്നു. സന്തോഷ് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഈ ഭൂതത്തിന് ഉടനെ വേറൊരു ജോലി കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ എന്നെ പിടിച്ച് തിന്നും. ഭാര്യ ഭൂതത്തിനെ നോക്കി. ഭൂതം പറഞ്ഞു, വേഗം പറ, നീ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വെറുതെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഭാര്യ സന്തോഷിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നോക്കട്ടെ. എന്നിട്ട് ഭാര്യ ഭൂതത്തിനോട് ചോദിച്ചു, ഭൂതമേ, ഞാൻ പറഞ്ഞാലും അനുസരിക്കുമോ? ഭൂതം പറഞ്ഞു, പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം. ഭാര്യ ആ കുപ്പി കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഈ കുപ്പിക്കകത്തോട്ട് കയറ്, അതാണ് നിന്റെ അടുത്ത ജോലി. ഭൂതം പറഞ്ഞു, ശരി. എന്നിട്ട് ഭൂതം ചെറുതായി ആ കുപ്പിയിൽ കയറി. കുപ്പി കയറിയതും ഭാര്യ ആ കുപ്പി അടച്ചു കളഞ്ഞു. അങ്ങനെ ഭൂതത്തിനെ തിരിച്ച് കുപ്പി കയറ്റി. ഒരു ശല്യവുമില്ല. സന്തോഷിനും ഭാര്യയ്ക്കും വലിയ വീടും കിട്ടി. തക്ക സമയത്ത് നല്ലൊരു ഉപായം തോന്നിയതുകൊണ്ട് സന്തോഷിന്റെ ഭാര്യയും സന്തോഷും സുഖമായി ജീവിച്ചു. ഇല്ലെങ്കിൽ ഭൂതം അവരെ പിടിച്ച് തിന്നേനെ, അല്ലേ? മറ്റൊരു കഥയുമായി കാഥിക അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.